പിന്നെ വെസ്റ്റീജിയൽ ഓർഗൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ഓർഗൻസ്. ഞാൻ ഒരു ഓർഗൻ്റെ കാര്യമാണ് പറഞ്ഞത്. പുരുഷൻ്റെ നിപ്പിൾസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. അൺഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണുകളായാലും നിങ്ങളുടെ അവയവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബോധമുള്ള ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്തതെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരുപാട് ന്യൂനതകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കണ്ണിൽ തന്നെ 50-ൽ പരം ആർക്കും ഒഴിവാക്കാൻ കഴിയുന്ന ഡിഫക്റ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് ബ്ലൈൻഡ് സ്പോട്ട് ഉൾപ്പെടെ. ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാരണം തന്നെ ഒരു ചെറിയ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ ബിടെക് പോയ ഒരുത്തൻ പോലും ഒഴിവാക്കുന്ന ചില കുഴപ്പങ്ങളാണ് നമ്മുടെ കണ്ണുകൾക്ക് പോലും ഉള്ളത്. കണ്ണുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഓർഗൻസിന് ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടെ പ്രസവം എന്ത് വലിയ സംഭവമാണ് കണ്ടില്ലേ, മറ്റ് ജീവികളെ കണ്ടില്ലേ, വെറുതെ ചാണകം ഇടുന്നതുകൊണ്ടാണ് പ്രസവിച്ചിട്ട് പോകുന്നത്. ഇത് ഡിസൈനിങ്ങിൽ ആണെങ്കിൽ, ഡിസൈനിങ് അല്ല, ഇവല്യൂഷൻ പറയാം. ബർത്ത് കനാൽ എങ്ങനെയാണ് ചെറുതായെന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ജീവിക്ക് അതിൻ്റെ അരക്കെട്ട് വളരെ സ്ട്രോങ് ആയിരിക്കണം, ഇത് സ്ട്രോങ് ആയിരിക്കണം. ഇതിങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ വ്യൂ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചൂടേക്കുന്ന ഭാഗങ്ങൾ കുറയുന്നുണ്ട്. അല്ല ഇങ്ങനെ പുറം പൊളിഞ്ഞ് നിൽക്കുമ്പം ചൂടിങ്ങനെ പുറത്തിങ്ങനെ മൊത്തം അടിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ലല്ലോ, ഇത്ര ഇല്ലല്ലോ. അതിൻ്റെ ഒരു വേറെ രീതിയാണ്. പിന്നെ നമ്മുടെ കൈകൾ ഫ്രീ ആവുന്നുണ്ട്, കൈകൾ വെച്ച് പലതും ചെയ്യാൻ പറ്റും. ഈ സാധനം, ഈ ഒറ്റ തള്ളവരലാണ് യഥാർത്ഥ അഡ്സ്. ഈ 2 സാധനം ഇത്രയും ചെയ്താൽ നാഗരികതയായി. എത്ര ജീവികൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, കൊണ്ടടിപ്പിക്കാം. സോ വണ്ടർഫുൾ യു ക്യാൻ സേ. മറ്റ് ജീവികൾക്കൊക്കെ പറ്റും, ഏപ്പുകൾക്കൊക്കെ പറ്റും, പക്ഷേ നമ്മളാണൊക്കെ പറ്റത്തില്ല. പക്ഷെ നമുക്ക് മരം കയറാൻ പറ്റത്തില്ല. മരം കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജീവി ഇങ്ങനെ മേളിലോട്ട് വരുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് കൈയുടെ നീളം കുറയാണ്. ചിമ്പൻസിയുടെ കൈക്ക് ഭയങ്കര നീളമാണ്. ചിമ്പൻസിയുടെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തറയെ കൊള്ളും. ചിമ്പൻസി നടക്കുക ചെയ്യുന്നത്, 4 കാലിലാണ് നടക്കുന്നത്. വല്ലപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ഉടനെ വീണ്ടും താണു പോകും. കാര്യം ഇവിടെ സ്ട്രോങ് അല്ല. നമുക്ക് ഇതാണ് നല്ലത്. ഇനി നമ്മൾ കൊച്ചുകുട്ടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരും നടത്താൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നടക്കില്ല. നമ്മുടെ ഡിഫോൾട്ട് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 4 കാലില്ല, ഓൺ ഓൾ ഫോഴ്സ്. എങ്ങനെയാണ് കൊച്ചുകുട്ടികൾ ആദ്യം ഇങ്ങനെ കിടന്നിട്ട് തിരിച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എടുത്ത് ഇങ്ങനെ നടത്തി നോക്കണം. അപ്പോൾ ഇയാൾ ഇവിടെ വന്ന് പറഞ്ഞു ഇങ്ങനെ നടത്തി നോക്കിയില്ല ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തെളിവിന് തയ്യാറാണെങ്കിൽ നടത്തി നോക്കാതിരുന്ന് നോക്കുക കുട്ടിയെ. അങ്ങനെ ചെയ്യല്ലേ ആരും. കാരണം ഫെറൽ ചിൽഡ്രൻ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. പട്ടി വളർത്തിയ, ചെന്നായ വളർത്തിയ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 165 കുട്ടികളുടെ കേസുകളുണ്ട് റിട്ടേൺ. ഫെറൽ ചിൽഡ്രൻ, FERAL അടിച്ചു നോക്കിയാൽ മതി. ആ കുട്ടികളൊക്കെ 4 കാലിലാണ് നടക്കുന്നത്, 10-25 വയസ്സായിട്ട്. പിന്നെ നോക്കുമ്പോൾ ഇത് അങ്ങോട്ട് ശരിയാവില്ല. കുറേ കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഭാഷയുടെ കാര്യത്തിൽ അതാണ്. ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചില്ലെങ്കിൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞിട്ട് ഭാഷയൊന്നും ഈ സാധനം എല്ലാം മൊത്തം പോകും. ഭാഷ പിന്നെ മുരളലും മൂളലും അലറലും ഒക്കെ ആയിരിക്കും. നമ്മുടെ സിവിലൈസേഷനാണ് ഭയങ്കര, നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകും. ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ്. സംശയം ഉണ്ടെങ്കിൽ കുറേ ഞാൻ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു പ്രഭാഷണം അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭാഷ ഭയങ്കര സംഭവമാണ്. ഭാഷ ഇല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യം നമ്മുടെ കൈ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെറുതെന്ന് പറയുമ്പോൾ ചെറുതാക്കിക്കോ, ചെറിയൊരു സാധനം. വലുതെന്ന് പറയുമ്പോൾ കൈ തന്നെ വലുതാവുന്നുണ്ട്. ശരീരം തന്നെ ഭാഷയാണ്, പക്ഷേ മെറ്റഫർ ആവുന്നില്ല. മെറ്റഫർ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ യൂസേജ് ആണ്. ഉപമ മനസ്സിലായി. നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം കൊണ്ട് കാണിക്കാൻ പറ്റില്ല. നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് മാറ്റിയാണ് പറഞ്ഞത് നമുക്കറിയാം. അതൊക്കെ ഹൈ ലേണിംഗ് ആണ്. ഈ ഹൈ ലേണിംഗ് നമ്മുടെ ഒരു പ്രത്യേകത, വേറെ ഒരു ജീവിക്കില്ല. അപ്പോൾ വെസ്റ്റീജിയൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ പല ഓർഗൻസ് നമ്മളിൽ ആവശ്യമില്ലാതുണ്ട്. ഈ പറഞ്ഞ ഈ മുലക്കണ്ണ് പോലെ അല്ലെങ്കിൽ ഹെർണിയൊക്കെ അപ്പൻഡിസിറ്റിസിൻ്റെ ഒക്കെ പ്രശ്നം പറയാറുണ്ട് ഓരോരുത്തർ. ഇതിനൊക്കെ എന്തെങ്കിലും ചില പറയും ഈ അപ്പൻഡിസിറ്റിസ് ഉള്ളത് വേറെ എന്തെങ്കിലും ഗുണം കൊണ്ടാണ്, അത് എന്തെങ്കിലും ഗുണം ആരോപിക്കാം. കൈ ഉദാഹരണമായിട്ട് സൈക്കിളിൽ കെട്ടിയിരിക്കുന്ന പണ്ട് ഈ ഹാൻഡിലൊക്കെ ഞങ്ങൾ ഈ കാസറ്റ് വള്ളി കെട്ടിയിട്ടിരിക്കും. എന്നിട്ട് പറയും ഈ വള്ളിയാണ് യഥാർത്ഥത്തിൽ സൈക്കിളിന് ഒരു സൗന്ദര്യം കൊടുക്കുന്നത്, അത് വളരെ പ്രധാനമാണെന്ന് വേണേൽ പറയാം. ഈ ശരീരത്തിലുള്ള എല്ലാ അവയവത്തിനും എന്തെങ്കിലും ധർമ്മം കണ്ടെത്താം. അത് നമുക്ക് വലിയ എളുപ്പമാണ്. നമ്മുടെ ബ്രെയിൻ അത്ര വളരെ സോഫിസ്റ്റിക്കേറ്റഡ്. ഒരു കാര്യം കണ്ടെത്താനാണ് നമുക്ക് ബുദ്ധിമുട്ട്. പല രീതിയിലും കണ്ടെത്താം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം സീക്കം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സെല്ലുലോസ് ദഹിപ്പിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോച്ച വാരി തന്ന് പുല്ല് വാരി തന്ന് ജീവിച്ചതിന് നമ്മളിപ്പോഴും തറ പറ്റി കിടന്നാണ്.
അത് ഈ പുല്ല് നിഷേധിക്കപ്പെട്ടപ്പോഴാണല്ലോ നമ്മൾ കൃഷിയിലേക്ക് പോകുന്നത്. എവറി ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ നേട്ടങ്ങൾ പോകുന്നത്. നമുക്ക് പുല്ല് തിന്നാവുന്ന ഒരു ജീവിയായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. സെല്ലുലോസ്, അതിനൊരു ബാക്ടീരിയ ഉണ്ട്, ഒരു എൻസൈമും ബാക്ടീരിയ ഉണ്ട്. സെല്ലുലോസ് കൊടുക്കുക. മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നും ആവില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹോർ. ഇനി അതുപോലെ ഈ ജീൻസ്